ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഇൻട്രാഡേ ലോയിലേക്ക് 130 പോയിൻ്റാണ് നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് ഉണ്ടായിരുന്നത്. അതായത് വലിയ വോളറ്റിലിറ്റി ഇന്ന് നിഫ്റ്റിയിൽ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സമാധാനമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് അവസാനിച്ചു. അതായത് എക്സ്പയറി അവസാനിച്ചു. എസ്പെഷ്യലി നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്ത ആളുകളെ ഇന്ന് മാർക്കറ്റ് ഒട്ടും തന്നെ പേടിപ്പിക്കാതെ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. യെസ്റ്റർഡേ ഹൈ കാണാം, ഇന്നത്തെ ക്ലോസ് കാണാം. അതായത് ഇന്നലത്തെ ഹൈയിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയി നിൽക്കുന്നത്. ഇന്നത്തെ ഓപ്പൺ കാണാം. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് നിഫ്റ്റി വീണ്ടും ഉയർന്നു 30 പോയിന്റ്, 24,400. ആക്ച്വലി ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ, ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ദിവസമാണ്. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 115 പോയിന്റ് ഇടിഞ്ഞ് ഇന്നലത്തെ ഒരു ഹൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നാണ് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പെട്ട ദിവസം. സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്, സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്ന് പെർഫോമൻസ് നടത്തിയത്. അതായത് ഐ ടിയും ബാങ്കിങ് സെക്ടറാണ് ഇന്ന് പൊതുവെ റാലി രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ ഐ ടിയും ബാങ്കിങ് സെക്ടറിൽ തന്നെ ചില സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തിയപ്പോൾ ചില സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തിയില്ല. അതായത് ICICI ബാങ്ക്, കൊട്ടക് ബാങ്ക്, ഇൻഫോസിസ്, HCL തുടങ്ങിയ സ്റ്റോക്കുകൾ, ബാങ്കിലെയും ഐ ടിയിലെയും ഈ കമ്പനീസാണ് ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് ഐ ടിയിൽ തന്നെ വിപ്രോ, ടെക്കം ഇടിഞ്ഞു. ഇനി ബാങ്കിൽ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് 2% ഇടിവ് രേഖപ്പെടുത്തി. ഫിനാൻഷ്യൽ മേഖലയിലും ബജാജ് ഫിനാൻസും 2% ഇടിവ് രേഖപ്പെടുത്തി. ഫാർമ സെക്ടറിലൊരു ബൈയിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിമെന്റിന്റെ വില കുറയ്ക്കുമെന്നുള്ള കാരണം കൊണ്ട് സിമെന്റ് സ്റ്റോക്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ, അതായത് US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. US മാർക്കറ്റ് അവധിയാണ്. എങ്കിലും അവിടെ നിന്ന് പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ വരുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ UK തന്നെ ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. മാർക്കറ്റിൽ വൺ ലൈൻ നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. നിഫ്റ്റിയും സെൻസെക്സും ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ദിവസം. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 15 പോയിന്റ് ഉയർന്ന് 24,302 ക്ലോസിങ് നടത്തി. സെൻസെക്സ് 62 പോയിന്റ് ഉയർന്ന് 8,000 ക്രോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 14 പോയിന്റ് ഉയർന്ന് 53,103. അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ NSEയിൽ 1,276 കമ്പനീസും സ്റ്റിൽ പോസിറ്റീവിൽ തന്നെയാണ് ഉള്ളത്. 1,073 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ താഴെ ക്ലോസ് ചെയ്യപ്പെട്ടത്. HCL ടെക്, ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, സൺ ഫാർമ, ഇൻഫോസിസ് 1 മുതൽ 2.25% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, വിപ്രോ, അദാനി എന്റർപ്രൈസസ്, ടെക്കം 1.5 മുതൽ 2.5% വരെയുള്ള ഫോൾ ഉണ്ടാക്കി. ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ 60,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. 58,000 സ്പോട്ടുള്ളത്. ഗോൾഡ് $2,359 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 87. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവിൽ അടച്ചു. ഇന്ത്യ വിക്സ് ഇന്നും 2.5% ഇടിഞ്ഞ് 12.85 ഇന്ത്യ വിക്സ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം. അതെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നിഫ്റ്റി ഇടിയാതെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് സ്റ്റോക്കുകൾ എല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതായത് സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാം. ഓഫ്ലൈനായിട്ട് കൊച്ചിയിലാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ഓൺലൈനായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. കാരണം 6 മാസം സപ്പോർട്ടും ഉണ്ട് രണ്ടിനും. അപ്പോൾ താഴെ കാണുന്ന ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്ട്രക്ടറിൻ്റെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരാം. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിയാണ്. ഇന്ന് ശക്തമായ റാലി എന്ന് പറയുമ്പോൾ 20% ഒരു അപ്പർ സർക്യൂട്ട് ആയിട്ടുണ്ട് ഈ ഒരു മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി. ഒരുപാട് ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എല്ലാം തന്നെ വലിയ തോതിൽ ഉയർന്നു. കൂടാതെ തന്നെ കമ്പനി ഈ ഒരു 2012 മാസം കൊണ്ട് കമ്പനി നേടിത്തന്നത് 280% റിട്ടേൺ ആണ്. 2024 മാത്രം 115% റിട്ടേൺ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിട്ടുണ്ട്. ITD സെമൻറ്റേഷൻ ഇതിന് നേരെ വിപരീതമായ ഒരു കമ്പനിയാണ്. ഇന്ന് 15% ഫോൾ ഉണ്ടാക്കിയ കമ്പനിയാണ്. പ്രധാനമായിട്ടും കാരണം ഇറ്റാലിയൻ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ITD സെമൻറ്റേഷൻ്റെ ഇവരുടെ സ്റ്റേക്ക്
വിറ്റേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ മാർക്കറ്റിൽ പരന്നത് കൊണ്ടാണ് ഈ ഒരു കമ്പനി ഇടിഞ്ഞത്. കായ കമ്പനി ഇന്ന് 10% അപ്പർ സർക്യൂട്ട് രേഖപ്പെടുത്തി. മാരിക്കോയുടെ ഒരു പുതിയ ബിസിനസ് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ദിവസവും രാവിലെ 7:30 പ്രീ മാർക്കറ്റ് ഉണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കമ്പനി ഇവരുടെ Q1 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 10% അഡ്വാൻസും ഡെപ്പോസിറ്റ് 10%വും അഡ്വാൻസ് 19% ഉയർന്നു. സ്റ്റാർ ഹെൽത്ത് കമ്പനി ഇവരുടെ ഇൻഷുറൻസ് മേഖലയിൽ ഇവരുടെ പ്രീമിയം ടാർഗറ്റ് ചെയ്യുന്നത് 18%. ഹൊനാസ മാമ എന്ന് പറയുന്ന കമ്പനിയാണ്. ഹൊനാസ കുട്ടികളുടെ പാമ്പേഴ്സൊക്കെ നിർമ്മിക്കുന്ന കമ്പനി വളരെ റീസെൻ്റായിട്ട് IPOയിൽ പങ്കെടുത്ത് ലിസ്റ്റിംഗ് കിട്ടിയൊരു കമ്പനിയാണ്. പ്രധാനമായിട്ടും ഇന്നൊരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി ഈ ഒരു റിലയൻസ് റീറ്റെയിലായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. റിലയൻസ് റീറ്റെയിൽ വഴി 1000 റിലയൻസ് റീറ്റെയിൽ ഉണ്ട് രാജ്യത്തിൽ. അപ്പോൾ ഈ റിലയൻസ് റീറ്റെയിലുകൾ വഴി ഹൊനാസയുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് കമ്പനി ധാരണയായി. വോക്കാർഡ് കമ്പനി നല്ല റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കഴിഞ്ഞ 13 ദിവസമായിട്ട് ഈ ഒരു കമ്പനി ഗെയിനാണ്. പ്രധാനമായിട്ടും ന്യൂമോണിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെഡിസിൻ, അതിൻ്റെ അപ്രൂവൽ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇവർ വെയിറ്റിംഗ് ആണ്. അതാണ് സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തുന്നത്. റെയിൽടെയിൽ കമ്പനി ബന്ധൻ ബാങ്ക് ഇവരുടെ ഡെപ്പോസിറ്റ് ഉയർന്നു. രാവിലെ നമ്മൾ കണ്ടിരുന്നു ന്യൂസ്. റെയിൽടെയിൽ കമ്പനി 23 കോടി രൂപയുടെ ഓർഡർ റെയിൽവേ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടി. RVNL കമ്പനി ഡൽഹി മെട്രോയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഇവർ സൈൻ ചെയ്തു. IDFC ബാങ്ക് LIC എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ഈ ഒരു IDFC ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിച്ചു. ഡ്രഡ്ജിൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 157 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ഒപ്റ്റിമിയസ് ഇൻഫ്രാകോം കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. ഇവർ ഡ്രോൺ ബിസിനസ്സിൽ 140 കോടി രൂപ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് ന്യൂസ്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. NBCC കമ്പനി 36 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. അലംബിക് ഫാർമ അതിൻ്റെ മുകളിലുള്ളത്, അവരുടെയും മെഡിസിന് US കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഇനോക്സ് വിൻഡ് ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി. കമ്പനി കടരഹിതമായിട്ടുള്ളൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് 900 കോടി രൂപ ഫണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുക വഴിയാണ് കമ്പനി കടരഹിതമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ റാലി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. US മാർക്കറ്റ് ഇല്ല എന്നാണ് ഉള്ളത്. US മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഈവൻറ്റുകൾ വരുന്നുണ്ട്. ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഉൾപ്പെടെയുള്ള ഈവൻറ്റുകൾ വരുന്നുണ്ട്. അതെല്ലാം തന്നെ എവിടെ കാണും? നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, bismate.com എന്നാണ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ. അതിൽ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ IPO, അതല്ലെങ്കിൽ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചർ, FISൻ്റെ ക്യാഷ് മാർക്കറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബൽ ഈവൻറ്റുകൾ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും തേടുന്ന ഇൻഫർമേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ട്രേഡ് ബഡിയുടെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ന്യൂസ് മാർക്കറ്റ് സമയത്ത് പരമാവധി എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ചാനലിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അല്ലാതെ കോഴ്സ് കൊടുക്കുന്ന ചാനലൊന്നുമല്ല. അപ്പോൾ ആ ഒരു ചാനൽ ന്യൂസ് വേണ്ട ആളുകൾക്ക് കിട്ടാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പേര് പറയുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ടെലഗ്രാം ചാനലിലേക്കൊക്കെ നിങ്ങൾ ലീഡ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്.